അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വഅസ്ഹാബിഹി വമൻ വാലാ വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. അല്ലാഹുമ്മ അല്ലിംനാ ബിമാ യൻഫഅനാ വൻഫഅനാ ബിമാ അല്ലംതനാ വസിദ്നാ ഇൽമാ. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ മനസ്സിലാക്കിയത് കിതാബു ത്വഹാറയിലെ ശുദ്ധിയായ വെള്ളങ്ങൾ, ശുദ്ധിയായതും ശുദ്ധീകരിക്കാൻ സാധിക്കുന്നതുമായ വെള്ളങ്ങൾ ഏതെല്ലാമാണ് എന്നുള്ളതാണ്. ഇന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് അൽമാഉൻ നജിസ്, നജസുള്ള വെള്ളം. അൽമാഉൻ നജിസ് എന്താണ്? മാഉൻ നജിസ് എന്ന് പറഞ്ഞാൽ മുഹമ്മദ് ബിൻ സാലിഹ് അൽ ഉസൈമി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്ശറഹുൽ മുംതി എന്ന് പറയുന്ന പ്രധാന അറിയപ്പെട്ട പ്രശസ്തമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നു, ഹുവ മാ തഗയ്യുറു ബിനജാസത്തിൻ. മാഉൻ നജിസ് എന്ന് പറഞ്ഞാൽ നജിസ് വെള്ളത്തിൽ കലർന്നതുകൊണ്ട് വെള്ളം മാറുന്നത്. ബിഹൈസു യതഗയ്യറു ബിഹാ തഅമുഹു, അതിന്റെ രുചി മാറ്റമുണ്ടോ? നമുക്കറിയാം നജിസിൽ പെട്ടതാണ് മൂത്രം. മനുഷ്യന്റെ മൂത്രം നജിസാണ്. വെള്ളത്തിൽ ഈ മൂത്രം കലർന്നു. അതോടൊപ്പം അതിന്റെ രുചിയിൽ മൂത്രത്തിന്റെ രുചി വന്നാൽ, അതല്ലെങ്കിൽ നിറം, മൂത്രത്തിന്റെ നിറം വെള്ളത്തിന് വന്നു, അതുമല്ലെങ്കിൽ മൂത്രത്തിന്റെ മണം വെള്ളത്തിന് വന്നു, ഇതിലേതെങ്കിലും ഒന്ന് വന്നാൽ ആ വെള്ളം നജിസാണ്. മൂത്രം എന്നുള്ളത് ഉദാഹരണം പറഞ്ഞതാണ്. ഏത് നജസായ സാധനവും വസ്തുവും ശുദ്ധിയായ വെള്ളത്തിൽ കലർന്നാൽ ആ വെള്ളത്തിന് ആ നജിസായ വസ്തുവിന്റെ രുചിയോ മണമോ നിറമോ ഏതെങ്കിലും ഒന്നോ, അതിൽ രണ്ടെണ്ണമോ അല്ലെങ്കിൽ മൂന്നോ അതിന്റെ വിശേഷണം വന്നാൽ ഈ വെള്ളം നജിസാവും. ഇനി ഇങ്ങനെയുള്ള വെള്ളം കൊണ്ടുള്ള ഹുക്കം എന്താണ്? അത് ഉപയോഗിക്കുന്നതിന്റെ വിധി. ലാ യജൂസു തഹാറത്തു ബിമാഇൻ നജിസ്, അനുവദനീയമല്ല. ശുദ്ധിയാകൽ നജിസായ വെള്ളം കൊണ്ട് ശുദ്ധിയാവൽ അനുവദനീയമല്ല. എന്താണ് അതിനുള്ള തെളിവ്? ഇബ്നുൽ മുൻദിർ റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഔസത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഇജ്മാ എന്ന് പറഞ്ഞാൽ ഒരു കാലഘട്ടത്തിലെ മുജ്തഹിദ് ആയിട്ടുള്ള പണ്ഡിതന്മാരെല്ലാവരും ഒരു വിഷയത്തിൽ ഏകോപിക്കുക, അതാണ് ഇജ്മാ. ഇബ്നുൽ മുൻദിർ റഹ്മഹുല്ലാഹ് ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇബ്നു ജൈം റഹ്മഹുല്ലാഹ് അൽ ബഹ്റുർ റായിഖ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ ഇജ്മാ ഉദ്ധരിച്ചതായി കാണാൻ സാധിക്കും. ഇജ്മാ ദീനുൽ ഇസ്ലാമിൽ ഖുർആനും സുന്നത്തും പോലെ തന്നെ തെളിവാണ് ഇജ്മാ. അപ്പൊ എന്താണ് നജിസ് എന്ന് നമ്മൾ മനസ്സിലാക്കി. നജിസ് കലർന്ന വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, അത് മനസ്സിലാക്കി. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴാണ് നജസ് കലർന്ന വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുക. നമ്മൾ ആദ്യം തന്നെ പറഞ്ഞു,
അതിനുള്ള മാനദണ്ഡം നജിസിന്റെ, ശ്രദ്ധിക്കണം, നജിസിന്റെ മണമോ രുചിയോ നിറമോ, 3 എണ്ണം, ഇതിൽ ഏതെങ്കിലും ഒന്ന് വെള്ളത്തിന് വരണം. ഉദാഹരണം പറയാം. ഒരു ടാങ്കിയിൽ വെള്ളം സംഭരിച്ചു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു കുട്ടി അറിയാതെ വന്ന് മൂത്രമൊഴിച്ചു. പക്ഷെ ആ മൂത്രത്തിന്റെ മണമോ രുചിയോ നിറമോ ഈ വെള്ളത്തിന് വന്നിട്ടില്ല. എങ്കിൽ അതെന്തല്ല? നജിസല്ല, ഉപയോഗിക്കാം. പക്ഷെ ആ വെള്ളത്തിന് ടാങ്കി തുറന്നത് വെച്ചത് കൊണ്ട് തന്നെ ഇലകൾ ചാടി, ഇലകൾ ചീന മണമുണ്ട്. അപ്പൊ നജിസാണോ? അല്ല. കാരണം എന്താണ്? നജിസിന്റെ മണമോ രുചിയോ അതുപോലത്തെ നിറമോ ഈ വെള്ളത്തിൽ കലരണം, എന്നാലേ നജിസാവുകയുള്ളൂ. എന്താണ് അതിനുള്ള തെളിവ്? നമുക്ക് കാണാൻ സാധിക്കും. ഇമാം ഷാഫി റഹ്മത്തുള്ളാഹി, ഇബ്നുൽ മുൻദിർ, ഇബ്നു അബ്ദുൽ ബർ, ഇബ്നു ഖുദാമ, ഇബ്നു തൈമിയ്യ ഇവരെല്ലാവരും ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട്. ഇജ്മാ, ലോകത്ത് അറിയപ്പെടുന്ന വലിയ ഇമാമുകൾ ഇജ്മാ ഉദ്ധരിച്ചിട്ടുണ്ട് എന്ന് ഇതിന്. ഇനി മറ്റൊരു മസലയാണ് ഈ വിഷയത്തിൽ വരുന്ന. ഒരുപാട് വെള്ളത്തിൽ നജിസ് കലർന്നു. ഉദാഹരണം പറയാം. വീട്ടിന്റെ മുറ്റത്ത് ചെറിയൊരു കുളമുണ്ട്. ഈ കുളത്തിൽ ഏതെങ്കിലും രൂപത്തിലുള്ള നജിസ് അറിയാതെ അതിൽ വീണുപോയി. കുളത്തിൽ നമുക്കറിയാം ഒരുപാട് വെള്ളമുണ്ടാവും. പക്ഷെ ഈ നജിസിന്റെ മണമോ രുചിയോ നിറമോ വെള്ളത്തിൽ ബാധിച്ചിട്ടില്ല. അപ്പൊ എന്തല്ല? നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ നജിസല്ല. അത് മനസ്സിലായല്ലോ. കെട്ടി നിൽക്കുന്നതാണെങ്കിലും നജിസല്ല. ഇനി ഒഴുകിപ്പോകുന്ന വെള്ളം, ഉദാഹരണം ഒരു തോടൊഴുകി പോകുന്നു, അല്ലെങ്കിൽ ചെറിയൊരു അരുവി, ഒഴുകുന്ന അരുവിയാണ് നമ്മുടെ നാട്ടിൽ കാണുന്നത് പോലെ. ചാലുകളിലൂടെ മലകളിൽ നിന്നും വരുന്ന വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ ഈ ഭാഗത്തൂടെയൊക്കെ ഉണ്ട്, അൽഹംദുലില്ലാഹ്. അതിലേക്ക് ചില വീടുകളിൽ നിന്നുള്ള കക്കൂസ് മാലിന്യം ചില ആളുകൾ ഒഴുക്കി വിടാറുണ്ട്. അത് നാട്ടിൽ അറിയപ്പെട്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമ്മുടെ ഏരിയയിൽ ധാരാളമായി കാണുന്ന കാര്യമാണ്. പക്ഷെ വെള്ളത്തിന്റെ മണത്തിലോ രുചിയിലോ നിറത്തിലോ വ്യത്യാസം വരാത്തത് കൊണ്ട് ആ വെള്ളം എന്തല്ല? നജസല്ല. ഉപയോഗിക്കാൻ സാധിക്കും. സംശയം തീർന്നോ ഈ വിഷയത്തിൽ? മനസ്സിലായില്ല? അപ്പൊ ചുരുക്കം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലുള്ള ഒരു തെറ്റിദ്ധാരണയാണ്, ഷാഫി മദ്ഹബിലും അതുപോലെ ചില പണ്ഡിതന്മാരുടെ അഭിപ്രായമാണ് 2 കുല്ലത്ത് എന്നുള്ളൊരു കണക്ക്. ഇൻഷാ അല്ലാഹ് അതിന്റെ ചർച്ച വരുന്നതാണ്. ഈ 2 കുല്ലത്ത് താഴെയാണ് വെള്ളമെങ്കിൽ അതിൽ നജിസ് കലർന്നാൽ, ഒരു തുള്ളി മൂത്രമുറ്റിയാൽ അതും നജസായിക്കൊണ്ട് പരിഗണിക്കപ്പെടും. ആ വെള്ളം മുഴുവൻ നജസായി പരിഗണിക്കപ്പെടും. 2 കുല്ലത്തിന് മുകളിലാണെങ്കിലോ പരിഗണിക്കപ്പെടുകയില്ല. പക്ഷെ ഇതിനുള്ള തെളിവുകൾ ഒരുപാട് മുഹദ്ദിസീങ്ങൾ പറഞ്ഞ ഹദീസുകൾ ദുർബലമാണ്. കുല്ലത്തൈൻ എന്നുള്ള വിഷയത്തിൽ ഹദീസുകൾ ദുർബലമാണ്. അതുപോലെ തന്നെ സ്വഹീഹായി വന്ന ഹദീസിൽ 2 കുല്ലത്തുള്ള വെള്ളത്തിന് നജസാക്കുകയില്ല എന്നുള്ളൂ. അതിൽ താഴെയുള്ള വെള്ളത്തിന് നജസാക്കും
എന്നുള്ളതും തെളിവായിട്ട് വന്നിട്ടില്ല. ചുരുക്കത്തിൽ വെള്ളം കൂടുതലാകട്ടെ കുറവാകട്ടെ ഒഴുകുന്നതാകട്ടെ കെട്ടിനിൽക്കുന്നതാകട്ടെ നജിസ് കലർന്നു, നജിസിന്റെ മണമോ രുചിയോ അതുപോലെ തന്നെ നിറമോ വെള്ളത്തിന് ബാധിച്ചിട്ടില്ലെങ്കിൽ ആ വെള്ളം ശുദ്ധിയുള്ളതാണ്. അതുകൊണ്ട് വുളു എടുക്കാം, കുളിക്കാം. മനസ്സിലായോ? വളരെ വിശാലമായിട്ടുള്ള വിഷയമാണ്. ഇതിന് ഒരു ഒഴുകിപ്പോകുന്ന വെള്ളത്തിൽ നജസ് കലർന്നാലും അതിൽ മണമോ രുചിയോ അതുപോലെ തന്നെ അതിൻ്റെ നിറമോ മാറിയിട്ടില്ലെങ്കിൽ ഉപയോഗിക്കാം എന്നുള്ളതിന് ഒരുപാട് തെളിവുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഇനി ഇതിൽ വരുന്ന തന്നെ നമ്മൾ തുടക്കത്തിൽ പറഞ്ഞ ഒരു വിഷയമാണ് കുറച്ച് വെള്ളം, ഒരു ബക്കറ്റ് വെള്ളം അല്ലെങ്കിൽ ഒരു കോപ്പയിലുള്ള വെള്ളം. ഈ വെള്ളത്തിൽ അറിയാതെ നജിസ് വീണുപോയി, മൂത്രമോ മലമോ അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും സാധനം, ആർത്തവ രക്തമോ അതുപോലുള്ള കാര്യങ്ങൾ എന്തെങ്കിലും വീണുപോയി, ഒരു തുള്ളി അല്ലെങ്കിൽ 2 തുള്ളി ഇതുപോലുള്ളത്, പക്ഷെ വെള്ളത്തിന് മാറ്റമുണ്ടായിട്ടില്ല. അങ്ങനെയാണെങ്കിൽ എന്താണ്? ശുദ്ധിയാണ്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ മണമോ രുചിയോ നിറമോ വ്യത്യാസപ്പെട്ടിട്ടില്ലെങ്കിൽ അത് ശുദ്ധിയാണ്, ഉപയോഗിക്കാം. മനസ്സിലായോ? അതിനും ഈ പറഞ്ഞതുപോലെ വിശുദ്ധ ഖുർആനിൽ നിന്നും തെളിവുകൾ ഉപയോഗിക്കാറുണ്ട്, പണ്ഡിതന്മാരെടുത്ത് പറയാറുണ്ട്. അതുപോലെ തന്നെ സുന്നത്തിൽ നിന്നും തെളിവ് പറയാറുണ്ട്. പ്രത്യേകമായിട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ മാഅ തഹൂറുൻ, തീർച്ചയായിട്ടും വെള്ളം ശുദ്ധിയുള്ളതാണ്, ലാ യുനജ്ജിസുഹു ശൈഉൻ, അതിനെ ഒന്നും നജസാക്കുകയില്ല എന്ന് പറഞ്ഞ ഹദീസ്. അതായത് അതിൻ്റെ വെള്ളത്തിന്റെ രൂപം മാറി നജസിന്റെ ഏതെങ്കിലും ഒരു വിശേഷണം വരുന്നത് വരെ ആ വെള്ളം ശുദ്ധിയാണ്. വുളു എടുക്കാം, കുളിക്കാം. ഇനി നജിസിന്റെ കൂടെ നിന്നതുകൊണ്ട്, കൂടെ ആയതുകൊണ്ട് വെള്ളത്തിന് നജിസിന്റെ മണം വരാം. കലർന്നിട്ടില്ല, വെള്ളത്തിന് മണം വരാം. അത് നജിസാണോ എന്നില്ല വിഷയം. ഉദാഹരണം പറയാം. ഒരു റൂമിൽ കുറെ നജിസുകൾ കൂട്ടിയിട്ടിട്ടുണ്ട്, നജിസായിട്ടുള്ള വസ്തുക്കൾ. ആ റൂമിൽ തന്നെ ഒരു ബക്കറ്റിൽ വെള്ളം ഒരാൾ കൊണ്ടുവച്ചു. റൂമിന്റെ അകത്ത് നജിസിന്റെ മണമാണുള്ളത്. ഈ മണം കാരണം വെള്ളത്തിലേക്കും സ്വാഭാവികമായിട്ടും മണം കലരാം. മണം വെള്ളത്തിനും വരും നജിസിന്റെ. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് നേരിട്ട് കൊണ്ട് നജിസും വെള്ളവുമായിട്ട് ബന്ധപ്പെട്ടിട്ടില്ല. ബക്കറ്റിൽ നജിസ് വീണിട്ടില്ല, ശ്രദ്ധിക്കണം, വീണിട്ടില്ല. നജിസുമായിട്ട് വെള്ളം ചാരി നിന്നിട്ടേ ഉള്ളൂ. അങ്ങനെയാണെങ്കിലോ അല്ല, നജിസല്ല. അഭിപ്രായ വ്യത്യാസമുണ്ട്. ജുംഹൂർ, കൂടുതൽ പണ്ഡിതന്മാരും അത് നജസല്ല എന്നാണ് പറയുന്നത്. പ്രത്യേകിച്ചും ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അശ്ശറഹുൽ മുംതിഅ എന്ന് പറയുന്ന പ്രസിദ്ധമായ ഗ്രന്ഥത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. വെള്ളം ഉപയോഗിക്കാൻ സാധിക്കുമെന്നുള്ള രൂപത്തിൽ അദ്ദേഹം പറയുന്നതായി കാണാൻ സാധിക്കും. അതുപോലെ തന്നെ മാലിക് മദ്ഹബിലെ ഭൂരിഭാഗം പണ്ഡിതന്മാർ, ഷാഫിഈയ മദ്ഹബിലെ മദ്ഹബുകാർ, ഹംബലി മദ്ഹബ്, അതുപോലെ തന്നെ ചില ആളുകൾ ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല. ഇമാം നവവിയെ പോലുള്ള പണ്ഡിതന്മാർ, ഇമാം ഹത്താബിയെ പോലെ, ഇബ്നു മുഫ്ലിഹ് പോലെയുള്ള പണ്ഡിതന്മാർ ഇതിൽ അഭിപ്രായ വ്യത്യാസമില്ല എന്നുവരെ പറഞ്ഞതായി കാണാൻ സാധിക്കും. മനസ്സിലായോ? ഇനി അടുത്തത്
പുതിയ കാലഘട്ടവുമായി ബന്ധപ്പെട്ടൊരു വിഷയമാണ്. നജിസായിട്ടുള്ള വെള്ളം ശുദ്ധീകരിക്കാനുള്ള അവസരം ഈ കാലഘട്ടത്തിലുണ്ട്, പണ്ടുമുണ്ട്. ഈ കാലഘട്ടത്തിൽ കൂടുതൽ അത് ഉപയോഗിക്കാറുണ്ട്. നജിസായിട്ടുള്ള വെള്ളമാണ്. ഇപ്പോൾ ഉദാഹരണം, സെപ്റ്റിക് ടാങ്കിലുള്ള കക്കൂസ് മാലിന്യം, അത് ശുദ്ധീകരിച്ച് അത് ഉപയോഗിക്കാൻ സാധിക്കുമോ ഇല്ലേ എന്നുള്ളതാ വിഷയം. സംശയമില്ല, വെള്ളം നജിസാണ്. മലവും മൂത്രവും അതുപോലെ തന്നെ ഇതുപോലുള്ള സാധനങ്ങളെല്ലാം കലർന്ന വസ്തുക്കളെല്ലാം കലർന്ന വെള്ളമാണ്, നജിസാണ്. ഇപ്പത്തെ ശ്രദ്ധിക്കണം. പക്ഷേ ഫിൽട്രേഷൻ ഇപ്പൊ നമ്മുടെ നാട്ടിലുണ്ട്. പണ്ട് കാലത്തും പല രൂപത്തിൽ ഇതുണ്ടായിരുന്നു. ഇത് മുഖേന ശുദ്ധിയാക്കുന്ന വെള്ളം എന്താവുമോ, നജസാവുമോ, ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലേ എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസം കാണാൻ സാധിക്കും. കൂടുതൽ പണ്ഡിതന്മാരും അല്ലെങ്കിൽ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത്, നജിസിന്റെ അവസ്ഥയിൽ നിന്നും മാറിയാൽ, വെള്ളത്തിൽ നിന്നും നജിസിനെ പൂർണ്ണമായിട്ടും ശുദ്ധീകരിച്ചാൽ ആ വെള്ളം ശുദ്ധിയാണ്, ഉപയോഗിക്കാൻ സാധിക്കും. ഏത് രൂപത്തിൽ ചെയ്താലും ഈ കാലഘട്ടത്തിലുള്ള ഫിൽട്രേഷൻ വഴി, അതുപോലെ തന്നെ പല രൂപത്തിൽ ഇപ്പോൾ അതിന് മാർഗങ്ങളുണ്ട്. ചില കെമിക്കൽസ് ഇട്ട് കഴിഞ്ഞാൽ നജസുകൾ ഒരു ഭാഗത്തേക്ക് മാറി നിൽക്കും, ശുദ്ധിയായിട്ടുള്ള വെള്ളം മറ്റൊരു ഭാഗത്തേക്ക്. അതുപോലുള്ള പല കാര്യങ്ങളും ഈ കാലഘട്ടത്തിലുണ്ട്. അത് മുഖേന വെള്ളം ഉപയോഗിക്കുക എന്നുള്ളത് പല രാജ്യക്കാരും ഇത് സർവ്വസാധാരണമായിട്ട് ഉപയോഗിക്കുന്നതാണ്. പ്രത്യേകിച്ച് യൂറോപ്യൻ രാജ്യങ്ങൾ, അമേരിക്കൻ, ഇതുപോലുള്ള രാജ്യങ്ങളിൽ ഡ്രെയിനേജുകളിൽ നിന്നും പോകുന്ന വെള്ളം ഇതുപോലുള്ള ഫിൽട്രേഷൻ ചെയ്യുന്ന സ്ഥലത്തെത്തി ശുദ്ധീകരിച്ച് ആ വെള്ളം ചില ടൗണുകളിൽ വീടുകളിലെ പൈപ്പുകളിലേക്ക് തന്നെ എത്തും. അങ്ങനെയുള്ള സംവിധാനം ലോകത്ത് പല നാടുകളിലും ടൗണുകളിലും ഉണ്ട്. അതെന്താണ്? ശുദ്ധിയാണ്. കാരണം എന്താണ്? നജസ് അതിൽ നിന്നും നീക്കപ്പെട്ടിട്ടുണ്ട്. അൽഹംദുലില്ലാ. മനസ്സിലായോ? ഈ വിഷയത്തിൽ ഇബ്നു ഹസ്ം അൽ ഹൻദലൂസി റഹ്മത്തുള്ളാഹി ദാഹിരി മദ്ഹബുകാരനായിരുന്നു. അദ്ദേഹം ഫത്വ കൊടുത്തിട്ടുണ്ട് പ്രശ്നമില്ല എന്നുള്ളത്. അതുപോലെ തന്നെ അശൗക്കാനി, ഇബ്നു ബാസ്, ഇബ്നു ഉസൈമീൻ, ഇവരെല്ലാം ഇത് പറ്റുമെന്ന് ഫത്വ കൊടുത്തതായി കാണാൻ സാധിക്കും. അഹ്മദ് അൻ-നജ്മി റഹ്മഹുല്ലാ ഇത് പാടില്ല എന്നുള്ള രൂപത്തിൽ പറഞ്ഞതായിക്കൊണ്ട് അദ്ദേഹത്തിന്റെ തുല്ലാബുകളിൽ നിന്നും ഞാൻ കേട്ടിട്ടുണ്ട്. ഈ വെള്ളം ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത്. എന്നാൽ അദ്ദേഹത്തിന്റെ കാലഘട്ടക്കാരൻ ആയിരുന്ന സയ്യിദ് ബിൻ ഹാദി അൽ മദ്ഖലി റഹിമഹുല്ലാ, അഹ്മദ് നജ്മിയുടെ ശിഷ്യനും അതുപോലെ തന്നെ ഒരുമിച്ച് പഠിച്ച വ്യക്തികളാണ്. അദ്ദേഹം പറ്റുമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇതുപോലുള്ള വെള്ളം ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള അഭിപ്രായക്കാരനാണ്. ഇത് ഞാൻ കേട്ടത് അലി ഇബ്നു സയ്യിദ് അൽ മദ്ഖലി ഹഫിദുല്ലാഹിൽ നിന്നാണ്. ഇനി ഇതിലുള്ള തെളിവുകൾ അവരുടെ അടുക്കൽ ഒരുപാടുണ്ട്. പ്രധാനമായിട്ടൊരു തെളിവാണ് ഫിഖിൽ പ്രധാനപ്പെട്ട ഒരു ഖാഇദയാണ് അൽ ഹുക്മു യദൂറു മഅൽ ഇല്ല. ഇല്ലത്തിനോടൊപ്പമാണ്, ഇല്ലത്ത് എന്ന കാരണത്തോടൊപ്പമാണ് ഹുക്മ് സ്ഥിരപ്പെടുക. ഒരു കാര്യം ഹറാമാകാൻ കാരണമുണ്ടാവും, ഒരു കാര്യം ഹലാലാകാൻ അതിൽ കാരണമുണ്ടാവും. ഈ കാരണം കൊണ്ടാണ് ഹുക്മുകൾ വെക്കുക. അതുകൊണ്ട് തന്നെ ഹറാമാകാനുള്ള കാരണം
ഈ വിഷയത്തിൽ നിന്നും നീങ്ങിയാൽ, അതായത് ഇല്ലത്ത് നീങ്ങിയാൽ, അപ്പൊ എന്താവും? ഹലാലാകും. നമ്മൾ പറഞ്ഞു, നജസുള്ള വെള്ളം ഉപയോഗിക്കാൻ പാടില്ല, അത് നജസാണ്. ഈ വെള്ളത്തിൽ നിന്നും നജസിനെ നീക്കിയാലോ, ഉപയോഗിക്കാൻ പാടില്ലാതിരിക്കാനുള്ള കാരണമായിട്ടുള്ള നജിസ് അതിൽ നിന്ന് നീങ്ങിയാൽ വെള്ളം ശുദ്ധിയായി. അതുകൊണ്ട് അത് ഉപയോഗിക്കാം. ഇതിൽ നിന്നാണ് കൂടുതൽ ആളുകളും ഇതിന് തെളിവെടുക്കാറുള്ളത്, ഈ ഒരു കായിക വെച്ചുകൊണ്ട്. അല്ലാഹു അഅലം. ഇനി അടുത്തൊരു വിഷയം, അടുത്ത മസാല വരുന്നത്, ശുദ്ധിയുള്ള സാധനം വെള്ളത്തിൽ കലർന്നാൽ നജിസല്ല. ഉദാഹരണം സോപ്പ്, എണ്ണ അതുപോലുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നാൽ എന്താണ് അതിന്റെ ഹുക്മ്? നമുക്ക് കാണാൻ സാധിക്കും, നമ്മൾ നീന്തൽ കുളങ്ങളിൽ, ആധുനിക നീന്തൽ കുളങ്ങളിൽ ഇറങ്ങുമ്പോൾ അതിലുണ്ടാവും വെള്ളത്തിനൊരു കട്ടിപ്പ്, അതിലേക്കിടുന്ന പല രൂപത്തിലുള്ള കെമിക്കൽസ്. ഇതൊക്കെ എന്താണ്? ശുദ്ധിയായ സാധനങ്ങളാണ്. ശുദ്ധിയുള്ള വെള്ളത്തിലേക്കാണ് ഇടുന്നത്. വെള്ളത്തിന്റെ മണം മാറിയിട്ടുണ്ട്. ഇപ്പൊ സോപ്പ് കലർന്നാൽ മണം മാറും, നല്ല രൂപത്തിൽ കലർന്നാൽ നിറവും മാറും, രുചിയും മാറും. പക്ഷെ നജീസല്ല, ശുദ്ധിയുള്ള വസ്തുക്കളാണ് കലർന്നിട്ടുള്ളത്. അതുകൊണ്ട് ഉപയോഗിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ജ്യൂസ് കൊണ്ട് ശുദ്ധിയാവുക, ഒതെടുക്കുക, കുളിക്കുക പറ്റുമോ? ഇതുപോലുള്ള വിഷയമാണെന്ന് വരുന്നത്. ഇനി നമ്മൾ പഠിക്കുന്നത് നജിസിന്റെ ബാബ് അവിടെ കഴിഞ്ഞു. ചുരുക്കത്തിൽ നജിസ് എന്താ പറഞ്ഞത്? നജിസിന്റെ മണമോ രുചിയോ നിറമോ വെള്ളത്തിന് വന്നാൽ ആ വെള്ളം എന്താണ്? നജിസാണ്. കുറഞ്ഞതാകട്ടെ കൂടിയതാകട്ടെ ഏത് രൂപത്തിലുള്ളതാകട്ടെ. മനസ്സിലായോ? ഇനി നമ്മൾ മനസ്സിലാക്കുന്നത്, വെള്ളമുണ്ട്, അതിലേക്ക് അല്പം എണ്ണ അറിയാതെ വീണുപോയി. എണ്ണ ഒരിക്കലും വെള്ളത്തിൽ കലരുകയില്ല. കൂടിച്ചേരുകൾ മുകളിൽ പാറി നിൽക്കുന്ന വസ്തുവാണ്. അതുപോലുള്ള ആധുനിക പെട്രോളിയം ഉൽപ്പന്നങ്ങൾ, അതുപോലുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയാണ്. എണ്ണന്റെ സ്വഭാവമല്ലതെല്ലാം മുകളിൽ വെള്ളവുമായി കൂടിക്കലരുകയില്ല, പാറി നിൽക്കും, അല്ലെങ്കിൽ വേറിട്ട് നിൽക്കും. ഇതുപോലുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നാൽ അതിന്റെ ഹുക്ം എന്താണ്? അതുപോലെ തന്നെ പെട്ടാണ് കർപ്പൂരം കലക്കിയിട്ടില്ലെങ്കിൽ അത് കലങ്ങൾ പ്രയാസമാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. പറ്റും. ഉമ്മത്തിലെ ഭൂരിഭാഗം പണ്ഡിതന്മാരും ഈ അഭിപ്രായത്തിലേക്കാണ് പോയിട്ടുള്ളത്. ഹനഫി മദ്ഹബ്, ഷാഫി മദ്ഹബ്, അതുപോലെ തന്നെ ഹംബലി മദ്ഹബിലെയും അതുപോലെ തന്നെ മാലിക് മദ്ഹബിലെ ഒരു പ്രധാനപ്പെട്ട അഭിപ്രായമാണിത്. ഉപയോഗിക്കാം, പ്രശ്നമില്ല. കാരണം എന്താണ്? പ്രധാനപ്പെട്ട ഒരു കാരണം, ഇതുപോലുള്ള എണ്ണ കലർന്നാൽ ഒരിക്കലും വെള്ളം എന്നുള്ള പേരിൽ നിന്നും മാറുന്നില്ല. വെള്ളം എന്ന് തന്നെയാണ് പറയുക. വെള്ളം എന്ന് തന്നെയാണ് ഭാഷയിൽ പറയുക, ശറഈലും. മനസ്സിലായോ? അപ്പൊ അതുകൊണ്ട് എന്താണ്? അത് വെള്ളം തന്നെയാണ്. വെള്ളം ശുദ്ധിയാണ്, തഹൂറാണ്. അടിസ്ഥാനം ശുദ്ധിയാണ്. അതിൽ നിന്നും ശുദ്ധിയാക്കാം. പ്രത്യേകിച്ച് മനസ്സിലാക്കണം, ഇത് വെള്ളത്തിൽ കലരാത്ത വസ്തുക്കളുടെ വിഷയമാണ് പറഞ്ഞത്.
വെള്ളത്തിൽ കലരാത്ത വസ്തുക്കൾ, എണ്ണ അതുപോലുള്ള വസ്തുക്കളുടെ ജ്യൂസ്, കറി ഇതുപോലുള്ള വസ്തുക്കൾ നമ്മൾ പറഞ്ഞിട്ടില്ല. അതിന് പറയാൻ പോകുന്നതുള്ളൂ. ഇനി അടുത്തത്, വെള്ളത്തിൽ പെട്ടെന്ന് കലരുന്ന വസ്തുക്കൾ വെള്ളത്തിൽ വീണു, ശുദ്ധിയുള്ളതാണ്, വെള്ളത്തിൽ വീണു. ഉദാഹരണം സോപ്പ് പൊടി. അല്പം സോപ്പ് പൊടി വെള്ളത്തിൽ വീണു, വെള്ളത്തിൽ കലങ്ങിപ്പോയി. മനസ്സിലായോ? അതുപോലെ തന്നെ കിണറ്റിലേക്ക് സോപ്പ് വീണു, ഒരു സോപ്പ് വീണു, കാലക്രമേണ സോപ്പ് വെള്ളത്തിൽ അലിയും. വെള്ളത്തിന് സോപ്പിന്റെയോ സോപ്പ് പൊടിയുടെയോ അല്ലെങ്കിൽ അതല്ലാത്ത വസ്തുക്കളുടെ, ശുദ്ധിയായിട്ടുള്ളതാണ് ഈ വസ്തുക്കളുടെയോ മണമോ രുചിയോ നിറമോ എല്ലാം വരാം, അല്ലെങ്കിൽ വന്നു എന്ന് വിചാരിക്കുക. അത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാണ്. അതുകൊണ്ട് ഒന്നെടുക്കുക, കുളിക്കുക, നജസുകൾ ശുദ്ധിയാക്കുക, ഇത് പറ്റോ ഇല്ലേ എന്നുള്ള വിഷയമാണ്. ഇപ്പം നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ആധുനിക നീന്തൽ കുളങ്ങളിൽ ഉപയോഗിക്കുന്ന പൗഡറുകൾ, ഇതുപോലുള്ള വസ്തുക്കൾ വെള്ളത്തിൽ കലർന്നു കഴിഞ്ഞു, ആ വെള്ളത്തിൽ നിന്നും അതിനെ മാറ്റിയെടുക്കൽ പ്രയാസമാണ്. അങ്ങനെയുള്ള വസ്തുക്കളാണെങ്കിലോ ഫൈനഹു തഹൂറുൻ, അതെന്താണ്? ശുദ്ധിയാണ്. ഏതുവരെ? ശ്രദ്ധിക്കണം, വെള്ളത്തിന്റെ പേര് മാറുന്നത് വരെ. വെള്ളത്തിന്റെ പേര് മാറുന്നത് വരെ. കൂടുതൽ സോപ്പ് ഉപയോഗിച്ചാൽ, കൂടുതൽ വെള്ളത്തിൽ, കുറച്ച് വെള്ളത്തിൽ ഒരുപാട് സോപ്പ് പൊടി ഇട്ട് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന് വെള്ളം എന്നുള്ള പേരിൽ നിന്നും സോപ്പ് വെള്ളം എന്നുള്ള പേര് വരും. മനസ്സിലായോ? സോപ്പ് വെള്ളം അത് നമുക്ക് നാട്ടിൽ ഉറുഫത്തിൽ, അവിടെ നാട്ടിൽ അറിയപ്പെടുന്ന കാര്യമാണ്. ആ അവസ്ഥ വന്നാൽ ഒഴിവാക്കുന്നതാണ് നല്ലത്. എന്നാൽ അല്പമാണെങ്കിലോ സോപ്പ് വെള്ളം എന്നുള്ള പേര് ലഭിക്കാൻ മാത്രം സോപ്പോ അല്ലെങ്കിൽ അതുപോലുള്ള വസ്തുക്കളോ വീണിട്ടില്ലെങ്കിലോ ഉപയോഗിക്കാം. അതിനുള്ള തെളിവ് എന്താണ്? ഒന്നാമതായി കണ്ട ഇജ്മാ ഉണ്ട്. ഇബ്നു റുഷ്ദ് റഹ്മഹുല്ലാ, ഇബ്നു ഖുദാമ റഹ്മഹുല്ലാ, ഇബ്നു തൈമിയ റഹ്മഹുല്ലാ, ഇവരെല്ലാം ഇജ്മാ ഉദ്ധരിച്ചതായി നമുക്ക് കാണാൻ സാധിക്കും. രണ്ടാമത്തേത് നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു കാരണം തന്നെ, അന്ന ഹാദൽ മാഅ യതനാവലുഹു ഇസ്മുൽ മാഇ മുത്ലഖ, ഇതുപോലുള്ള വെള്ളത്തിന് വെള്ളം എന്ന് തന്നെയാണ് പറയുക. അതായത് കുറച്ചേ കലർന്നിട്ടുള്ളൂ. മനസ്സിലായില്ലേ? ഇനി അടുത്ത വിഷയമാണ്, വെള്ളം കാലപ്പഴക്കം കാരണം വെള്ളത്തിന്റെ മണത്തിലോ രുചിയിലോ നിറത്തിലോ മാറ്റം വന്നാൽ, കാലപ്പഴക്കം കാരണം നമുക്ക് കാണാൻ സാധിക്കും, ഒരു ബക്കറ്റിൽ അല്ലെങ്കിൽ ഒരു ടാങ്കിൽ ഒരുപാട് വർഷം വേണ്ട, കുറച്ച് മാസങ്ങൾ വെള്ളം എടുത്തു വെച്ചാൽ അതിന്റെ മണം രുചി എല്ലാം മാറി വരും. അത് നാട്ടിൽ സാധാരണ കാണുന്ന കാര്യമാണ്. അപ്പൊ ഈ മണമോ രുചിയോ നിറമോ മാറിയ വെള്ളം ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ള വിഷയമാണ്. അതെന്താണ്? പറ്റും, ഉപയോഗിക്കാം. കാലപ്പഴക്കം കാരണമാണ് വെള്ളത്തിന്റെ മണമോ രുചിയോ നിറമോ മാറിയിട്ടുള്ളതെങ്കിൽ ഉപയോഗിക്കാം, ശുദ്ധിയാകാം. അതിനാദ്യമായിക്കൊണ്ട് പറയുന്ന കാര്യം എന്താണ്? ഇതിൽ 4 മദ്ഹബിന്റെ പ്രധാന വീക്ഷണവും ഈ ഒരു അഭിപ്രായമാണ്. കാലപ്പഴക്കം കൊണ്ട് മാറിയ വെള്ളം നമുക്ക് കാണാൻ സാധിക്കും. ഒരു കുപ്പിയിൽ തന്നെ കുറച്ച് ദിവസങ്ങൾ വെച്ചാൽ കുപ്പിയിലുള്ള വെള്ളത്തിന് മണവ്യത്യാസം വരും.
ഇനി എന്താണ് അതിലുള്ള തെളിവ് ഉപയോഗിക്കാമെന്നുള്ളത് ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കും. ഒരു ഹദീസ് കാണാം. അൻ അബ്ദുല്ലാ ബിൻ സുബൈർ, അബ്ദുല്ലാ ബിൻ സുബൈർ റളിയല്ലാഹു തആല നിവേദനം, അൻ അബീഹി, അദ്ദേഹത്തിന്റെ പിതാവിൽ നിന്നും, അതായത് സുബൈർ റളിയല്ലാഹു തആല അൻഹു നിന്നും അദ്ദേഹം നിവേദനം ചെയ്യുകയാണ്. സുബൈർ ബിൻ അവ്വാം റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം പറഞ്ഞു, ഖാല ഖറജ്നാ മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം പുറപ്പെട്ടു. മുസ്അദീന ഫി ഉഹദ്, ഉഹദിൽ നിന്നും കയറുന്നവരായി, അതായത് യുദ്ധത്തിന് ശേഷം, യുദ്ധത്തിൽ നമുക്കറിയാം ഉഹദ് യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് പരാജയമുണ്ടായ യുദ്ധമാണ്. യുദ്ധത്തിന് ശേഷം അവർ അവിടുന്ന് യുദ്ധക്കളത്തുനിന്ന് മാറുന്ന സന്ദർഭമായിരുന്നു. قال ثم امر رسول الله صلى الله عليه وسلم علي بن ابي طالب فاتي بالمهراس. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അലി ഇബ്നു അബി ത്വാലിബ് റളിയല്ലാഹു തആല അൻഹുവിനോട് കൽപ്പിച്ചു, മിഹ്റാസിൽ നിന്നും വെള്ളം കൊണ്ടുവരാം. മിഹ്റാസ് എന്ന് പറഞ്ഞാൽ മരുഭൂമിയിലെ പാറകൾക്കിടയിൽ ഒരുപാട് കാലം നിലനിൽക്കുന്ന വെള്ളമാണ് മിഹ്റാസ്. ഒരുപാട് കാലം നിലനിൽക്കും. അതായത് ഒരു മഴ, മരുഭൂമിയിൽ നമുക്കറിയാം ഒരു മഴ പെയ്യൂ, പിന്നെ ഒരു പക്ഷേ മാസങ്ങളോളം മഴ ഉണ്ടായിരിക്കുകയില്ല. പലപ്പോഴും പല പാറകൾക്കിടയിലും ഈ വെള്ളം മാസങ്ങളോളം നിൽക്കും. പക്ഷെ അതിൻ്റെ രുചിയും മണവും നിറവും എല്ലാം മാറിയിട്ടുണ്ടായിരിക്കും. അതിനാണ് മിഹ്റാസ് എന്ന് പറയുന്നത് അറബി ഭാഷയിൽ. ഫഉതിയ ബിമാഇൻ ഫീ ദറഖതിഹി, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് ദറഖത്തിൽ ആ വെള്ളം കൊണ്ടുവരപ്പെട്ടു. ദറഖത്ത് എന്ന് പറഞ്ഞാൽ തൊലി കൊണ്ടുണ്ടാക്കിയ പരിച, ഷീൽഡ്, തൊലി കൊണ്ടുണ്ടാക്കിയ പരിചയിൽ വെള്ളം കൊണ്ടുവരപ്പെട്ടു. ഫഅറാദ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അൻ യശ്റബ മിൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്ന് വെള്ളം കുടിക്കാൻ ഉദ്ദേശിച്ചു. ഫവജദ ലഹു റീഹൻ, അതിലെന്തുണ്ടായി? മണമുണ്ടായി. വെള്ളത്തിന് മണം വ്യത്യാസമുണ്ടായിരുന്നു. അപ്പോൾ റസൂല് കുടിച്ചില്ല. ഫഅഫാഹു, മാറ്റി. ഫഗസല ബിഹി അദ്ദിമാ അല്ലതി ഫി വജ്ഹിഹി, റസൂലിന്റെ മുഖത്തുണ്ടായിരുന്ന രക്തം ആ വെള്ളം കൊണ്ട് കഴുകി. ഇതാണ് ഹദീസ്. ഈ ഹദീസിൽ നിന്നും ഇബ്നു മുൻദിർ റഹ്മത്തുള്ളാഹി അൽ ഔസത്തിൽ തെളിവെടുത്തായി കാണാൻ സാധിക്കും, അന്ന ഗുസ്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദമ ബിഹി ദലീലുൻ അലാ തഹാറതിഹി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വെള്ളം കൊണ്ട്, ഒരുപാട് കാലപ്പഴക്കമുള്ള മണവ്യത്യാസം വന്ന വെള്ളം കൊണ്ട് രക്തത്തെ കഴുകിയത് കൊണ്ട് തന്നെ അത് തെളിവാണ് എന്തിനുള്ള? ആ വെള്ളം ശുദ്ധിയാണ് എന്നുള്ളതിന്. അതുപോലെ തന്നെ വെള്ളത്തിന്റെ അടിസ്ഥാനം എന്താണ്? വെള്ളത്തിന്റെ അടിസ്ഥാനം ശുദ്ധിയാണ്. ഏതുവരെ? നജസിന്റെ മണമോ രുചിയോ നിറമോ കലരുന്നത് വരെ. കാലപ്പഴക്കം കൊണ്ടുണ്ടാകുന്നത് നജസിന്റെ കാരണമായിട്ടല്ല, പൊതുവെ പ്രകൃതിയിൽ ഉണ്ടാകുന്ന ഒരു പ്രതിഭാസമാണത്. ചില കിണറുകളിലും ചില കുളങ്ങളിലും ചെറിയ അരുവികളിലുമെല്ലാം ഇത് കാണാൻ സാധിക്കും. ചിലപ്പോൾ അത് നജസിനോട് സാദൃശ്യമുള്ള മണമായിരിക്കാം. എങ്കിൽ പോലും നജസ് കലരാൻ അവസരമില്ലാത്ത സ്ഥലത്താണെങ്കിൽ അതെന്തല്ല? നജസല്ല. ഇത് നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി അടുത്ത വിഷയം, ഉപ്പ് കലർന്ന വെള്ളം. കടലിലെ വെള്ളത്തെ കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിരുന്നു. ഉപ്പ് എന്താണ്? നജസാണോ അതോ ശുദ്ധിയാണോ? ഉപ്പ് അഭിപ്രായ വ്യത്യാസം ഉണ്ടോ ഇടയിൽ? ഇല്ല, ശുദ്ധിയാണ്. ഉപ്പ് എന്താണ്? ശുദ്ധിയാണ്. ഈ ഉപ്പ് വെള്ളത്തിൽ കലർന്നു. ഉദാഹരണം, ഒരു കുട്ടി കുറച്ച് ഉപ്പെടുത്ത്, കുട്ടികൾ സാധാരണ ചെയ്യുന്നത് ഉപ്പ് കൊണ്ട് കളി, പഞ്ചസാര കൊണ്ടുള്ള കളി, കുറച്ച് ഉപ്പെടുത്ത് ഒരു ബക്കറ്റിൽ ഇട്ടു, വെള്ളം നിറച്ച ബക്കറ്റിൽ ഇട്ടു എന്ന് വിചാരിക്കുക. അപ്പോൾ ആ ബക്കറ്റിലുള്ള വെള്ളത്തിൽ ഉപ്പ് കലർന്നു. ഇത് ഉപയോഗിക്കാൻ പറ്റുമോ ഇല്ല എന്നുള്ളതാ. പറ്റും. എന്താ തെളിവ്? കടലിലെ വെള്ളം ഉപ്പുണ്ടതിൽ അത് ഉപയോഗിക്കാമെന്നുള്ളത് ഹദീസിൽ വന്നതാണ്.
അതിൻ്റെ കടലിലെ വെള്ളം ശുദ്ധിയാണ്, അതിലെ ശവം കഴിക്കൽ ഹലാലുമാണ്. കടലിലെ ശവം കഴിക്കൽ ഹലാലാണ്. അതുകൊണ്ടല്ല നമ്മൾ മീനിനെ അറുക്കാത്തത്. മത്സ്യത്തെ അറുക്കാറുണ്ടോ? ഇല്ല, അത് ചത്തതല്ലേ അല്ലേ? അതെ. അപ്പൊ അതെന്താണ്? ഹലാലാണ്. അതുപോലെ തന്നെ അതിലെ വെള്ളം ശുദ്ധിയാണ്. അതിലുള്ളത് എന്താണ്? ഉപ്പാണ്. ആ ഉപ്പ് തന്നെ മറ്റു വെള്ളത്തിൽ കലർന്നാലും അതിന്റെ അതേ ഹുക്മ് വരുന്നതാകുന്നു. സുബ്ഹാനല്ലാഹ്. ഇൻഷാ അല്ലാഹ് ബാക്കി ഭാഗം നമുക്ക് അടുത്ത ക്ലാസ്സിൽ വിശദീകരിക്കാം. അല്ലാഹു സുബ്ഹാനഹു വ തആല കൂടുതൽ പഠിക്കാനും അതിലുപരി ജീവിതത്തിൽ പകർത്താനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. اللهم إنا نسألك علما نافعا ورزقا طيبا وعملا متقبلا. سبحانك اللهم وبحمدك أشهد أن لا إله إلا أنت أستغفرك وأتوب إليك.